എയർ ഇന്ത്യക്ക് തുടരെ കഷ്ടകാലമാണെന്ന് പറയാതെ വയ്യ. മുംബൈയിലേക്കുള്ള യാത്രക്കിടെ എയർ ഇന്ത്യയിൽ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ആകാശമധ്യേ യാത്രക്കാരും ജീവനക്കാരും കുഴഞ്ഞു വീണതായുള്ള റിപ്പോർട്ടുകളാണ് ഒടുവിൽ പുറത്തുവരുന്നത്. വിമാനത്തിനുള്ളിൽ വിതരണം ചെയ്ത ഭക്ഷണത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്നാണ് പ്രാഥമികമായി സംശയിക്കപ്പെടുന്നത്. 5 യാത്രക്കാർക്കും 2 ക്യാബിൻ ക്രൂവിനുമാണ് തലകറക്കവും ഛർദിലുമടക്കമുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. ഇന്നലെ ലണ്ടനിൽ നിന്ന് മുംബൈയിലേക്ക് പറന്ന AI-130 വിമാനത്തിലാണ് യാത്രക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടത്. ആദ്യം 11 പേർക്ക് ഭക്ഷ്യവിഷബാധ ബാധിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നെങ്കിലും പിന്നീട് 5 യാത്രക്കാർക്കും 2 ക്യാബിൻ ക്രൂവിനുമാണ് തലകറക്കവും ഛർദിലും അനുഭവപ്പെട്ടതെന്ന് എയർ ഇന്ത്യ സ്ഥിരീകരിച്ചു. വിമാനം 35,000 അടി മുകളിൽ പറക്കുമ്പോഴാണ് യാത്രക്കാർക്ക് തലകറക്കം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. രോഗകാരണത്തിന്റെ ഉറവിടം അന്വേഷിച്ചു വരികയാണ്. വിമാനത്തിനുള്ളിൽ ഓക്സിജൻ വിതരണം മോശമായാലും ഛർദിലിനും തലകറക്കത്തിനും കാരണമാകും. എന്നാൽ ഈ സാധ്യത അധികൃതർ തള്ളിക്കളയുകയാണ്. മുംബൈയിൽ വിമാനം ലാൻഡ് ചെയ്തപ്പോൾ കുഴഞ്ഞു വീണവർക്ക് അടിയന്തര വൈദ്യസഹായം നൽകാൻ മെഡിക്കൽ ടീമുകൾ തയ്യാറായി നിൽക്കുകയായിരുന്നു. അസ്വസ്ഥതകൾ തുടർച്ചയായി അനുഭവപ്പെട്ട 2 യാത്രക്കാരെയും 2 ക്യാബിൻ ക്രൂവിനെയും കൂടുതൽ പരിശോധനയ്ക്കായി എയർപോർട്ടിലെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ഇവരെ ഡിസ്ചാർജ് ചെയ്തതായാണ് റിപ്പോർട്ടുകൾ.